എ പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഓണം ക്ഷേമ പെൻഷൻകാർക്ക് ആഘോഷമാക്കുന്നതിനാണ് സർക്കാർ നീങ്ങുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷന് കൂടാതെ 2 മാസത്തെ പെൻഷനായി 3200 രൂപ വീതം നൽകാനാണ് നീക്കം. കഴിഞ്ഞ മാസത്തെ പെൻഷനാണ് ഇപ്പോൾ വിതരണം തുടരുന്നത്. അടുത്ത ബുധനാഴ്ച മുതൽ 2 മാസത്തെ പെൻഷൻ നൽകാനാണ് തീരുമാനം. ഇത് 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ നിന്നുള്ള ഒരു ഗഡുവും ഈ മാസം നൽകേണ്ടതായ പെൻഷനും ചേർത്താണ് ഈ 2 ഗഡു വിതരണം ചെയ്യുന്നത്. ഈ മാസം 25 മുതൽ നൽകേണ്ട പെൻഷൻ ഓണമായതുകൊണ്ട് മുൻകൂർ നൽകുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി 1700 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങളിൽ എടുത്ത നയപരമായ തീരുമാനം മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം ഉണ്ടെങ്കിലും ഓണക്കാലത്ത് ഒരു ഗഡു കുടിശ്ശികയെങ്കിലും നൽകാനാണ് സർക്കാരിൻ്റെ ദൃഢനിശ്ചയം എന്ന് മന്ത്രി പറയുന്നു. അതായത് കേന്ദ്രം നൽകിയില്ലെങ്കിലും ഞങ്ങൾ ക്ഷേമ പെൻഷൻകാരെ കൂടെ നിർത്തുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ ദീർഘനാളുകൾ, അതായത് പല മാസങ്ങളിലും ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്ന ഒരു അവസ്ഥ ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതികരണം ഈ സർക്കാരിനെതിരായി വന്നത് ഇപ്പോൾ രാഷ്ട്രീയപരമായും ഭരണപരമായും ഈ സർക്കാർ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങൾ തിരിച്ചടിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സർക്കാർ അത് പ്രകാരം പല കാര്യങ്ങളിലും മുൻഗണന നൽകി തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് പ്രിയോറിറ്റി സെക്ടറുകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയതാണ് പലപ്പോഴും സർക്കാരിനെതിരെ ജനരോഷം ഉണ്ടാക്കിയതെന്ന തിരിച്ചറിവിലേക്ക് ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും ഭരണ വിഭാഗവും എത്തിച്ചേർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും എല്ലാ മാസവും കൃത്യമായി ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായാൽ തന്നെ ഈ 62 ലക്ഷം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അത് വലിയൊരു ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മനസ്സിലാക്കേണ്ടത് ഭരണകക്ഷിയും സർക്കാരും തന്നെയാണ് താനും.